ഹലോ, സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചോറ് അതുപോലെ തന്നെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ ഒന്ന് വറുത്തെടുത്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ ചെറുപയരും നല്ലവണ്ണം വെന്ത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ്, ഷാലറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 12 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് കറിക്ക് ഏറ്റവും സ്വാദ്. ഇത് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല ഇവിടെ പൊടിച്ച് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉള്ളിയും മറ്റും കറിയിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപയർ കറി, സിമ്പിൾ ടേസ്റ്റി ചെറുപയർ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.